നാം നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി കേൾക്കുന്ന ഒരു ചിന്തയാണ് ജീവിതം ഒന്നേ ഉള്ളൂ, ആയതിനാൽ സന്തോഷപൂർവ്വം ജീവിതം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. എന്നാൽ നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചു തീർക്കുവാനുള്ളതാണോ നമ്മുടെ ജീവിതം? തീർച്ചയായുമല്ല. കാരണം ദൈവം നമ്മളെല്ലാവരിലും ഒരു ദൈവിക ദൗത്യം നിക്ഷിപ്തമാക്കിയിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ആ ദൗത്യം പൂർത്തിയാക്കുവാനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് ദൈവം ദാനമായി നൽകിയ ഈ ജീവിതം അർത്ഥപൂർണമായി തീരുന്നുള്ളൂ. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ നമ്മോട് വെളിപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. യേശുനാഥൻ പിതാവിനോട് പ്രകാരം പ്രാർത്ഥിക്കുന്നു: പിതാവെ, അങ്ങനെ ഏൽപ്പിച്ചു തന്ന ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം ദൈവം പറയുന്നു: മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ ഉയർത്തുകയും ചെയ്തു. എഫേഷ്യൻസ് 2:10 പൗലോസ് ശ്ലീഹ പറയുന്നു: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യുവാനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെല്ലാവരിലും ഒരു ദൈവിക ദൗത്യം ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്നു എന്ന സത്യം തന്നെയാണ്. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്: എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൗത്യങ്ങൾ എപ്രകാരമാണ് ഞാൻ നിറവേറ്റുന്നത്? ആത്മാർത്ഥമായി നിറവേറ്റുന്നവനാണോ, അതോ ജീവിതത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാതെ അലക്ഷ്യമായി ജീവിച്ചുകൊണ്ട് ദൈവിക ദൗത്യം നിറവേറ്റാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? മാതാവായി, പിതാവായി, ഭാര്യയായി, ഭർത്താവായി, മക്കളായി, സഹോദരനായി, സഹോദരിയായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എപ്രകാരമാണ് ഞാൻ നിറവേറ്റുവാൻ പരിശ്രമിക്കുന്നത്? കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു: നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യരെയല്ല ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. അപ്രകാരം ഹൃദയ പരമാർത്ഥതയോടെ ആത്മാർത്ഥമായി നമ്മുടെ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആ ദൈവിക ദൗത്യത്തിൽ വിജയിക്കുന്നവരായി നാം മാറുകയുള്ളൂ എന്ന സത്യം നാം തിരിച്ചറിയണം. എന്നാൽ പലപ്പോഴും നാം എല്ലാവരും പരാജയപ്പെടുന്നൊരു മേഖലയാണ് എന്നെക്കുറിച്ചുള്ള ദൈവിക ദൗത്യം അറിയാതെ പോകുക എന്നുള്ളത്. എങ്ങനെയാണ് എന്നെക്കുറിച്ചുള്ള ദൈവിക ദൗത്യം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക? ക്രിസ്തു തന്നെക്കുറിച്ചുള്ള ദൈവിക ദൗത്യം മനസ്സിലാക്കിയത് പിതാവിനെ ശ്രവിക്കുകയും പിതാവ് പറയുന്നത് മാത്രം പ്രവർത്തിക്കുകയും പ്രാർത്ഥനയിൽ പിതാവിനോട് ചേർന്നിരിക്കുകയും ചെയ്തുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ടത് ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുകയും ദൈവത്തെ ശ്രവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്ന് മനസ്സിലാക്കുവാൻ എനിക്കും സാധിക്കുകയുള്ളൂ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:3 നാം വായിക്കുന്നത്: നിന്റെ പ്രവൃത്തികൾ, നിന്റെ പ്രയത്നങ്ങൾ കർത്താവിന് ഭരമേൽപ്പിക്കുക, അപ്പോൾ നിന്റെ പദ്ധതികൾ ഫലമണിയും. ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ ദൈവിക പദ്ധതികൾ എന്തെന്ന് മനസ്സിലാക്കുവാനായി, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൗത്യം എന്തെന്ന് മനസ്സിലാക്കുവാനായി ദൈവത്തോട് ചേർന്നിരിക്കുവാനും അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾ ആത്മാർത്ഥമായി നിറവേറ്റുവാനും നമുക്ക് പരിശ്രമിക്കാം. 1 കൊരിന്തോസ് 7:17 പൗലോസ് ശ്ലീഹ പറയുന്നത്: ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് നിങ്ങളുടെ ജീവിതം നയിക്കുവാനെന്നാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ വിളിയിലൂടെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൗത്യത്തിലൂടെ ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു അധ്യായം വചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസുമില്ലാതെ ഇന്നേ ദിവസം ജീവിത വിശുദ്ധിക്കെതിരായി ഒരു തെറ്റും എൻ്റെ ഭാഗത്ത് സംഭവിക്കില്ല തീരുമാനമെടുത്തുകൊണ്ട് ഇന്നേ ദിവസം ആത്മാർത്ഥമായി തുടരുവാനും നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതായി, ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും പങ്കുവെക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനായി പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് അനുഗ്രഹിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.